താനൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ ദീപ പുഴയ്ക്കലാണ് നമ്മോടൊപ്പം ചേരുന്നത്. താനൂർ നഗരസഭ BJPയുടെ ശക്തി അറിഞ്ഞ ഒരു സ്ഥലമാണ്. മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP ആണ്. പക്ഷേ മണ്ഡലത്തിലേക്ക് മൊത്തം നോക്കുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം 15,000-ൽ താഴെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇത്തവണ BJP ജയിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. അതിലപ്പുറം ഒന്നും ഇപ്പോൾ പറയാനില്ലല്ലോ. പാർട്ടി ജയിക്കും, നമ്മൾ ജയിക്കും, BJP ജയിക്കും. മണ്ഡലത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച V. അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറുന്നു. മറ്റൊരു സ്ഥാനാർത്ഥി LDFന് വരുന്നു. നവാസ് ഇവിടെ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ നവാസ് ആണോ അതല്ല ഷമീറാണോ CPM ആണോ UDF ആണോ എന്നല്ല ഞങ്ങൾ NDA നോക്കുന്നത്. NDAക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുള്ളതും നമ്മളെ പ്രവർത്തകരുടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്? ഇവിടെ താനൂരിൻ്റെ വികസന മുരടിപ്പ് ഇത് തന്നെയാണ് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. താനൂരിൽ നമുക്കറിയാം, താനൂർ നിയോജക മണ്ഡലം ഉണ്ടായതിന് ശേഷം ഇവിടെ എന്ത് വികസനമുള്ളത്? താനൂർ ഈ ടൗണിനപ്പുറം എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിലുള്ളത്? താനൂർ ടൗണ് മാത്രമാണ് മൊബിലൈസ് ചെയ്ത് കുറച്ചെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് നടത്തി എന്നല്ലാണ്ട് എന്താണ് ഇവിടെ മാറി ഭരിച്ചിരുന്നവർ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് വികസനം? ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് പൊന്മുണ്ടം, ചെറിയ മുണ്ടം, ഒഴൂര്, അതുപോലെ തന്നെ താനാളൂർ, നിറമരുതൂർ എല്ലാം ഇതിലുൾപ്പെടുന്ന പഞ്ചായത്തുകളാണ്. ഇവിടെയെല്ലാം എന്ത് വികസനമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി ഭരിച്ച MLAമാർ ചെയ്തിട്ടുള്ളത് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും. താനൂരിലെല്ലാം അത്യാവശ്യം നല്ല വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, അത് പൊതുജനങ്ങൾ തീരുമാനിക്കും. ഇത്തവണ എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് BJPയെ സംബന്ധിച്ചിട്ടുള്ളത്? BJPയെ സംബന്ധിച്ച് മുഴുവൻ 100% അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നപ്പുറം നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാവിധ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടുകളും സംസ്ഥാന ഗവൺമെൻറ്റിലൂടെ, അത് ഭരിച്ച MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ചെലവഴിച്ചിട്ടുള്ള ഓരോ ഫണ്ടിലും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ. കൂടാണ്ട് ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ഓരോരോ വീട്ടിലും ഓരോരോ കുടുംബത്തിനും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കാത്ത ഒരാൾ പോലും ഈ നിയോജക മണ്ഡലത്തിലില്ല. എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ലഭിച്ചിട്ടുള്ള പൊതുസമൂഹമാണ് ഇവിടെ ഉള്ളത്. അവരാണ് വിധി എഴുതേണ്ടത്. ഈ നഗരസഭയ്ക്ക് അപ്പുറത്ത് BJPയുടെ വോട്ട് വീതം താരതമ്യേന കുറവാണ് കണക്കുകൾ നോക്കുമ്പോൾ. ഇത്തവണ അതിലൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഉണ്ടായിരിക്കും. BJPയുടെ വോട്ട് വീതം മറ്റ് മേഖലയിൽ താരതമ്യേന കുറവാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ ഇത്തവണ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനപ്പുറം BJPക്ക് സ്വീകാര്യത ഏറിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തകർ ഓരോരുത്തരും പ്രവർത്തിച്ച് വരികയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ശ്രീമാൻ നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. താനൂരിന് വേണ്ടത് അതാണ്. താനൂരിൻ്റെ മുന്നേറ്റം, താനൂരിൻ്റെ സമഗ്ര വികസനം, അത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെയും ലക്ഷ്യം. എന്നാണെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വോട്ട് കണക്ക് അല്ലെങ്കിൽ വോട്ട് വിഹിതം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് NDA പങ്കുവയ്ക്കുന്നത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.